സംസാരിച്ചു. ഹലോ, നമസ്കാരം. ഞാൻ ഈ വീഡിയോയിൽ വന്നത് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ, ഒരുപാട് ആൾക്കാർ വാടകയ്ക്ക് വീട്ടിൽ താമസിക്കുന്നവരുണ്ട്. ഒരുപാട് ആളുകളുണ്ട് സ്വന്തം വീടില്ലാത്ത ഒരുപാട്. ഏത് ഭരണം വന്നാലും 100%, അതായത് ഈ സ്വന്തമായിട്ട് വീടെന്ന് പറഞ്ഞാൽ അവർ പിറകിൽ ജാഥയ്ക്കും കൊടി പിടിക്കാനും അവരെ പാർട്ടി സമ്മേളനത്തിനും അങ്ങനെയൊക്കെ പോകുന്നവർക്ക് വീടുകൾ ഉടനടി വീട് കിട്ടും. എനിക്ക് സ്വന്തമായിട്ട് വീടില്ല, ഞാനും വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ ഇതുപോലെ പല പ്രാവശ്യവും ലൈഫിൻ്റെ ഇതിന് ഞാനും കൊടുത്തു, വീടിന് വേണ്ടി കൊടുത്തു. പക്ഷേ എൻ്റെ ലിസ്റ്റിൽ പേര് വന്നിട്ട് പോലും എനിക്ക് ആ വീട് കിട്ടിയിട്ടില്ല, സ്ഥലം കിട്ടിയിട്ടില്ല. ഈ ഗവൺമെൻറ്റിൽ നിന്ന് എനിക്ക് ഇത്രയും വർഷകാലമായിട്ട് എനിക്ക് ഒരു ആനുകൂല്യവും ഏത് സർക്കാർ ഭരണത്തിന് വന്നിട്ടും കിട്ടിയിട്ടില്ല. ഇപ്പം ഞാനൊരു പെൻഷൻ എഴുതി കൊടുത്തു, ഒരു വിധവ പെൻഷൻ എഴുതി കൊടുത്തു. 1 വർഷമായി, ഇതുവരെ എനിക്ക് ആ പെൻഷനും കിട്ടിയിട്ടില്ല. അപ്പം ഞാനും വാടകയ്ക്കാണ് താമസിക്കുന്നത്. വാടകയ്ക്ക് താമസിക്കുന്നവർക്കല്ലേ അതിൻ്റെ ബുദ്ധിമുട്ടറിയാവും. വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് വാടക കൊടുക്കണം, മാസം വാടക കൊടുക്കണമില്ല. അപ്പം ഈ ഓരോ വർഷവും, അതായത് ഒരു ചെറിയ ഷീറ്റിട്ട വീട്ടിൽ വാങ്ങുന്ന വാടക 8,000 രൂപ ഒക്കെയാണ് ആൾക്കാർ വാങ്ങുന്നത്. 2 റൂമും ഒരു കോമൺ ബാത്റൂമും ഒരു ഹാളുമായിട്ടുണ്ടെങ്കിൽ, ഒരു ടെറസ് വീടാണെങ്കിൽ 10,000 രൂപ 10,000 രൂപയാണ് വാടക വാങ്ങിക്കുന്നത്. ഇങ്ങനെ ജനങ്ങളെ പിഴിഞ്ഞ് വാടക വാങ്ങിച്ച് വെച്ചാൽ മനുഷ്യരല്ലേ ഈ കൂലിപ്പണിക്ക് പോണവരും, ആട്ടോ ഓടാൻ പോകുന്നവരും, പെയിൻറ്റിങ്ങിന് പോകുന്നവരും, കൊത്ത വേലയ്ക്ക് പോകുന്നവരും, അവർക്ക് കിട്ടുന്ന ശമ്പളങ്ങൾ, തുച്ഛമായുള്ള ശമ്പളങ്ങൾ കിട്ടണം. അവർക്ക് വീട്ടിൻ്റെ വാടക, കുട്ടികളെ പഠിത്തം ചിലവ്, പിന്നെ വണ്ടി CC ഇട്ടെടുത്ത് വണ്ടിയുടെ ചിലവ്, ഇതെല്ലാം ഈ 3 ചക്രം ഓടുന്ന അവത്തുങ്ങൾക്കും മറ്റേ കൂലിപ്പണി ചെയ്യുന്നവർക്ക് കൊടുത്തില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ജനങ്ങൾ ഈ വാടക ഇങ്ങനെ കൂട്ടി ഓരോ മാസങ്ങളും ആൾക്കാരെ ഇങ്ങനെ വാടക ഞെക്കിപ്പിഴിഞ്ഞ് വാങ്ങിച്ച് കഴിഞ്ഞാൽ മനുഷ്യരല്ലേ? നിങ്ങൾക്ക് ഒരു നീതി കാണിച്ചുകൂടെ മനുഷ്യരെടുത്ത്? നിങ്ങൾക്കും 6-7 വീടുകളുള്ളവരും ഉണ്ട്, ഇതുപോലെ വാടക വാങ്ങിച്ച് ജീവിക്കുന്നവരുണ്ട്, ഒരുപാട് വീടുകളുള്ളവരുണ്ട്, സ്ഥലങ്ങളുള്ളവരുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരുപാട് ഇങ്ങനെ ആൾക്കാരിൽ നിന്ന് വാടക വാങ്ങിക്കുന്നത് ഇത് ശരിയായ ഒരിതല്ല. പക്ഷേ ഈ ഇങ്ങനത്തെ ഒരു വാടക സമ്പ്രദായം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ദയവ് ചെയ്ത് സതീശ് സാറേ, ഈ വാടക ഓരോ വീടുകളിൽ ഇത്ര സ്ക്വയർ ഫീറ്റ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ വാടക വാങ്ങുമ്പോഴത്തേക്ക് ഇതിനൊരു നിയമം സതീശ് സാർ കൊണ്ടുവരണം കേട്ടോ. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്. എന്നുവെച്ചാൽ സ്വന്തമായിട്ട് വീടുകളില്ലാതെ വാരിയും കെട്ടി നടന്ന് വാടകയ്ക്ക് കിടക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഈ വാടക ഇങ്ങനെ മനുഷ്യനെ കഴുത്തറുത്ത് ഇങ്ങനെ വാടക വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ വാങ്ങാൻ പാടില്ല എന്നുള്ള ഒരു നിയമം സാറ് കൊണ്ടുവരണേ സാറേ. എൻ്റെ ഒരു അപേക്ഷയാണ്. ഞാനും വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ എന്നെപ്പോലെ ഒരുപാട് ആൾക്കാരുണ്ട്, പാവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് സാറ് എൻ്റെ ചെവിയിലേക്ക് ഇത് എത്തുന്നുണ്ടെങ്കിൽ ഇതിനൊരു നിയമം സാറ് കൊണ്ടുവരണം. ഇത് സർക്കാരിന് ഈ വാടക കൊടുക്കുന്നവരാരെങ്കിലും സർക്കാരിന് നീതി അടയ്ക്കുന്നുണ്ടോ? എനിക്കറിയില്ല. അടയ്ക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ടാക്സ് അടയ്ക്കുന്നുണ്ടോ, അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരുപാട് പേര് ബുദ്ധിമുട്ടുണ്ട് സാറേ ഈ വാടകകൾ കൂട്ടുന്നത്. ഇപ്പം 20,000 രൂപ, 25,000 രൂപ, 30,000 രൂപ, 5,000 വീടില്ല. 8,000 രൂപ, 10,000 രൂപ, 15,000 രൂപ, ഇങ്ങനെയാണ് വാടക ഇങ്ങനെ കൂട്ടി പോകണം. ഒരു കൂലിപ്പണിക്കാരന് ഇത്രയും എമൗണ്ടുകൾ വാടക കൂട്ടിക്കയറ്റാൻ ചോദിക്കുമ്പം എങ്ങനെയാണ് സാറേ അവർ വാടക കൊടുത്ത് ജീവിക്കുന്നത്? അവർ മനുഷ്യരല്ലേ, ഈ ഭൂമിയിൽ ജനിച്ചു പോയില്ലേ, അവർക്ക് ജീവിക്കണ്ടേ? അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വീഡിയോ സതീശ് സാറിന് എത്തുന്നുണ്ടെങ്കിൽ ഇതിനൊരു നിയമം കൊണ്ടുവരണം. ഒരു വീട്ടിൻ്റെ സ്ഥിതി അനുസരിച്ച് വാടകയിൽ ഇത്ര ശതമാനം കൂട്ടാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഒരു നിയമം സാറിനെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ ഇതിൽ ഉണ്ടാകും സാറേ. ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട് ഈ വാടകകൾ ഇങ്ങനെ കൂട്ടി പോണതിൽ.
അപ്പോൾ അവർക്ക് ഒരു രോഗം വന്നാൽ പോലും അവർക്കൊരു മരുന്ന് വാങ്ങിക്കാൻ പോലും പറ്റാതെ അതുങ്ങൾ ആഹാരവും മരുന്നും ചുരുക്കിയായിരിക്കും ഈ വീട്ടമ്മയ്ക്ക് ഈ വാടക കൊടുക്കുന്നത്. അപ്പം ചോദിക്കും, വാടക കൊടുക്കാനുള്ളവരില്ലാത്തവർ റോഡിൽ കിടക്കണം എന്നേ പറയുള്ളൂ. ഇതിലിപ്പോൾ കുറേ കമൻറ്റുകാർ പറയും, നിങ്ങൾക്ക് വാടക കൊടുക്കാൻ നിവർത്തിയില്ലേ, നിങ്ങൾ തെരുവിൽ കിടക്കണം, അല്ലേ കോടയിൽ കിടക്കണം എന്ന് പറയും. മനുഷ്യനല്ലേ, കുട്ടികളില്ലേ, ഈ ഭൂമി ജനിച്ചു പോയില്ലേ, ജീവിച്ചല്ലേ പറ്റൂ. അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഭരിക്കുന്ന ആരെങ്കിലും ചെവിയിൽ ഈ ന്യൂസ് എത്തുമെന്നുണ്ടെങ്കിൽ ഇതിനൊരു നിയമം സാറ് കൊണ്ടുവരണേ സാറേ. ഇത്രയും ആൾക്കാർ, അത്രമാത്രം ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട് സാറേ ഈ വാടകകൾ ആൾക്കാർ ഇങ്ങനെ കൂട്ടി കൊണ്ടുപോകുന്നതിൽ, കേട്ടോ.